ഉമർ റളിയല്ലാഹുവിൻ്റെ കണ്ണ് നിറച്ച ഒരു കഥ പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായിരുന്ന കാലഘട്ടമാണ്. സുബഹി നമസ്കാര ശേഷം ഇദ്ദേഹം ഇന്നും വളരെ ധൃതിയിൽ ഇറങ്ങി പുറത്തേക്ക് പോകുന്നതാണ്. ഉമർ റളിയല്ലാഹു കൗതുകം തോന്നി, എന്താണ് ഇദ്ദേഹത്തെ എങ്ങോട്ടാണ് തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് നോക്കി. അങ്ങനെ ഇദ്ദേഹത്തെ പിന്തുടർന്ന് പോയി നോക്കിയപ്പോൾ ഒരു വീട്ടിൽ, ചെറിയൊരു വീട്ടിൽ ഇദ്ദേഹം കയറി ചെല്ലുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, കണ്ണ് കാണാത്ത അന്ധനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വീടൊക്കെ പരിചരിച്ച് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം സാധാരണ പോലെ തിരിച്ചു പോരുന്നുണ്ട്. ഇത് കഴിഞ്ഞു, കാലം കഴിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു ഈ പ്രവൃത്തി തുടരുകയാണ്. ആദ്യത്തെ ദിവസം ചെന്ന് അബൂബക്കർ സിദ്ദീഖ് ചെയ്ത അതേ പരിപാടികളെല്ലാം, അബൂബക്കർ റളിയല്ലാഹു ചെയ്ത എല്ലാ പരിപാടികളും തന്നെ അദ്ദേഹം തുടർന്നു ചെയ്തു. വീട് വൃത്തിയാക്കി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ പോരാൻ നേരം ചോദിച്ചു, നിങ്ങൾ മുമ്പ് വന്നിരുന്ന ആളല്ലല്ലോ, നിങ്ങൾ ആൾ മാറിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? അല്ല, മുമ്പ് വന്നിരുന്ന ആൾ എനിക്ക് കാരക്കയിൽ നിന്ന് കുരു എടുത്ത് കളഞ്ഞിട്ടായിരുന്നു തന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വന്തം സഹോദരൻ അവൻ്റെ വേദന മനസ്സിലാക്കി അവനോടൊപ്പം നിൽക്കുന്നതിൻ്റെ അത്ര പുണ്യമല്ല എൻ്റെ ഈ പള്ളിയിൽ, അതായത് മസ്ജിദ് നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നത് അത്രയും പുണ്യമല്ല.